ഇത് റേഡിയോ ജനവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ 18ാം ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ഏപ്രിൽ 19 ആരംഭിച്ച വോട്ടെടുപ്പ് ജൂൺ 1 പൂർത്തിയാകുന്നത്. 543 അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്. 6 ദേശീയ പാർട്ടികളും നിരവധി പ്രാദേശിക പാർട്ടികളും ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. പ്രധാന മത്സരം ഭരണകക്ഷി നയിക്കുന്ന NDA സഖ്യവും പ്രതിപക്ഷം നയിക്കുന്ന ഇന്ത്യ മുന്നണിയും തമ്മിലാണ്. ജൂൺ 4 ഫലപ്രഖ്യാപനം. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. MP ആയി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ചെലവുകൾ പരമാവധി 95 ലക്ഷമായിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുവാൻ എല്ലാ സ്ഥാനാർത്ഥികളും ബാധ്യസ്ഥരാണ്. കടുത്ത വേനൽ ചൂടിലും വളരെ ശക്തമായ പ്രചരണങ്ങളാണ് എല്ലാ പാർട്ടികളും നടത്തിയത്. മതവും മതത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളും വലിയ തോതിൽ പ്രചരണത്തിനായി ഉപയോഗിച്ചു. വോട്ട് ചെയ്യാൻ എത്തിയവരുടെ എണ്ണം കുറഞ്ഞു. ഇതിനെ വോട്ടർമാർക്ക് ജനാധിപത്യത്തിൽ താൽപ്പര്യം കുറയുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ആരും നിയമത്തിന് അതീതരല്ല. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നടത്തുന്ന പ്രോസിക്യൂട്ടറാണ് ഇക്കാര്യം കോടതിയെ ഓർമ്മിപ്പിച്ചത്. ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് വാറണ്ട് നൽകണം എന്നാണ് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെടുന്നത്. നെതന്യാഹു അടക്കമുള്ള നേതാക്കന്മാർ മാത്രമല്ല, ആക്രമണം തുടങ്ങിയ ഹമാസിൻ്റെ നേതാക്കന്മാരും കുറ്റവാളികളാണ്. 2 വിഭാഗത്തിൽപ്പെട്ടവരെയും അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവുണ്ടാകണം എന്നാണ് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടത്. തങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അധികാര പരിധിക്കുള്ളിൽ അല്ല എന്നാണ് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുന്നത്. ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് കോടതി നേരത്തെ തന്നെ അംഗീകരിച്ചതാണ്. അറസ്റ്റ് വാറണ്ടിനായുള്ള അഭ്യർത്ഥനയെ അതിരുകടന്ന നടപടി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിശേഷിപ്പിച്ചത്. വേട്ടക്കാരനും ഇരയ്ക്കും ഒരേ ശിക്ഷ വിധിക്കുന്നത് അംഗീകരിക്കില്ല എന്നാണ് ഹമാസ് പ്രതികരിച്ചത്. എന്തു വന്നാലും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കില്ല എന്ന് ഇസ്രായേലും പ്രതികരിച്ചു. യുദ്ധത്തിന് ഉത്തരവാദികളായവർക്കെതിരെ അറസ്റ്റ് വാറണ്ടിനായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അഭ്യർത്ഥന നൽകിയത് മുഖ്യ പ്രോസിക്യൂട്ടറായ കരീം ഖാനാണ്. ഇദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനാണ് അമേരിക്ക ആലോചിക്കുന്നത്. തങ്ങൾക്കും സഖ്യകക്ഷികൾക്കുമെതിരെ നീങ്ങുന്നവരെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പുതിയ നിയമം ഇപ്പോൾ കോൺഗ്രസിൻ്റെ പരിഗണനയിലാണ്. ഈ കേസ് കൈകാര്യം ചെയ്യുന്ന ന്യായാധിപന്മാർക്കും അഭിഭാഷകന്മാർക്കും എതിരെയുള്ള നിയമമാണ് പരിഗണിക്കുന്നത്. ഇവർക്ക് അമേരിക്കയിൽ പ്രവേശിക്കാനുള്ള അനുമതി നിഷേധിക്കും. നേരത്തെ നൽകിയിട്ടുള്ള വിസ റദ്ദാക്കും. ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെച്ച ബൈഡന്റെ നടപടി പുനർപരിശോധിക്കണം എന്ന് പല റിപ്പബ്ലിക്കൻ പ്രതിനിധികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിനെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ഇവർ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഭരണം ഡെമോക്രാറ്റുകൾക്കായാലും റിപ്പബ്ലിക്കന്മാർക്കായാലും ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണ ലഭിക്കും എന്നതിൻ്റെ സൂചനയാണ് ഈ നടപടികൾ.
കഴിഞ്ഞ ഒക്ടോബറിലാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത്. ഇതിനെതിരെ ഇസ്രായേൽ സൈന്യം ആരംഭിച്ച പ്രത്യാക്രമണം ഇപ്പോഴും തുടരുകയാണ്. വെടിനിർത്തണം എന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയവും വംശഹത്യ അവസാനിപ്പിക്കണം എന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിർദ്ദേശവും ഇതുവരെ ഇസ്രായേൽ പരിഗണിച്ചിട്ടില്ല. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളും എവിടെയും എത്തിയിട്ടില്ല. ജൂൺ 8 മുമ്പായി ഒരു അന്തിമ തീരുമാനത്തിൽ എത്തണമെന്ന് യുദ്ധ ക്യാബിനറ്റിലെ അംഗമായ ബെന്നി ഗാൻസ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഹമാസിൻ്റെ തടവറയിലുള്ള മുഴുവൻ യഹൂദന്മാരെയും നാട്ടിലെത്തിക്കണം. ഗാസയുടെ ഭാവി ഭരണം ഹമാസിനോ പാലസ്തീനോ വിട്ടുകൊടുക്കരുത്. ഭാവി ഭരണം ആർക്കു നൽകണം എന്നതിൽ വ്യക്തതയുണ്ടാകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ബെന്നി ഗാൻസ് മുമ്പോട്ട് വയ്ക്കുന്നത്. നിർദ്ദിഷ്ട തീയതിക്കുള്ളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ രാജിവെക്കും എന്നാണ് ഭീഷണി. ഇസ്രായേൽ സൈനികർ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ പാലസ്തീന് മടക്കി നൽകരുത് എന്നാണ് മന്ത്രി ആവശ്യപ്പെടുന്നത്. 1991 വരെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ജോർജിയ ഇപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യമാണ്. 2008 റഷ്യ ജോർജിയയെ ആക്രമിച്ചു. ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവസാനിച്ചു. 2022 യൂറോപ്യൻ യൂണിയനിൽ അംഗമാകാൻ ജോർജിയ അപേക്ഷ നൽകുകയും ആദ്യപടി എന്ന നിലയിൽ കാൻഡിഡേറ്റായി അംഗീകാരം നേടുകയും ചെയ്തു. റഷ്യയുടെ എതിർചേരിയിലേക്ക് നീങ്ങുന്നു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഈ ധാരണ തെറ്റിക്കുന്നതാണ് ജോർജിയൻ പാർലമെന്റ് കഴിഞ്ഞ ആഴ്ചയിൽ പാസാക്കിയ ഒരു നിയമം. ഒരു സംഘടനയുടെ സമ്പത്തിൽ വിദേശ സഹായം 20% കൂടാൻ പാടില്ല എന്നാണ് നിയമത്തിൽ പറയുന്നത്. ഇതിൽ കൂടുതൽ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നവരെ വിദേശ രാജ്യങ്ങളുടെ ഏജന്റായി കണക്കാക്കും. ഏതാണ്ട് ഇതിന് സമാനമായ ഒരു നിയമം ഈ അടുത്ത കാലത്ത് റഷ്യയും പാസാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നിയമം അംഗീകരിക്കില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഈ നിയമനിർമ്മാണവുമായി മുൻപോട്ട് പോകുന്നതിനെ ജോർജിയ റഷ്യയുടെ പക്ഷത്തേക്ക് ചായുന്നതിൻ്റെ സൂചനയായിട്ടാണ് പലരും കാണുന്നത്. സ്പെയിനിനെ അനുകരിച്ച് അയർലൻഡും നോർവേയും പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തീരുമാനിച്ചു. 3 രാജ്യങ്ങളും മെയ് 29 തങ്ങളുടെ തീരുമാനം നടപ്പിലാക്കും. ഇതിനകം തന്നെ 130 രാഷ്ട്രങ്ങൾ തങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അവകാശപ്പെടുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങളും ലൈംഗിക കുറ്റകൃത്യങ്ങളും നടത്തുന്ന ഹമാസിനുള്ള സമ്മാനം എന്നാണ് ഇസ്രായേൽ ഈ നടപടിയെ വിശേഷിപ്പിച്ചത്. തന്നെയുമല്ല, ഈ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേലിനോ യഹൂദന്മാർക്കോ എതിരായ ഒരു നടപടിയായി ഈ തീരുമാനത്തെ കാണരുതെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചു. ഇത് ഹമാസിനു വേണ്ടി അല്ലെന്നും ദുരിതമനുഭവിക്കുന്ന പാലസ്തീൻ ജനങ്ങൾക്കു വേണ്ടി മാത്രമാണെന്നും ഇവർ വിശദീകരിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 40,000-ഓടടുക്കുന്നു. യുദ്ധം അവസാനിക്കണം എന്നത് മറ്റാരെക്കാളും പാലസ്തീൻ ജനതയുടെ ആവശ്യമാണ്. ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയുടെ നേതാവായ ലായി ചിങ്തി വീണ്ടും തൈവാൻ പ്രസിഡന്റായി. തുടർച്ചയായി 3-ാം തവണയാണ് ഇദ്ദേഹം ഈ പദവി അലങ്കരിക്കുന്നത്. തിങ്കളാഴ്ച അധികാരം ഏറ്റെടുത്തുകൊണ്ട് തങ്ങളുടെ രാജ്യവും ചൈനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായ ചില സൂചനകൾ ഇദ്ദേഹം നൽകി. ചൈനയുമായി സഹകരിച്ചു പ്രവർത്തിക്കും, എന്നാൽ തായ്വാനെ ഒരു പരമാധികാര രാഷ്ട്രമായി ചൈന അംഗീകരിക്കണം. അപമാനകരമായ പ്രസ്താവന എന്നാണ്
പ്രസിഡന്റിന്റെ പ്രസംഗത്തെ ചൈന വിശേഷിപ്പിച്ചത്. ഒരിക്കൽ പോലും തായ്വാനിൽ ചൈനക്കാർ ഭരണം നടത്തിയിട്ടില്ല. എന്നാൽ ഈ ദ്വീപുരാഷ്ട്രം ചൈന വൻകരയുടെ ഭാഗമാണെന്നാണ് എപ്പോഴും ഭരണകൂടം അവകാശപ്പെടുന്നത്. ചൈനയിൽ നിന്നും സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ തായ്വാനെ ശിക്ഷിക്കാനുള്ള നടപടികൾ വ്യാഴാഴ്ച ചൈന ആരംഭിച്ചു. തായ്വാന് ചുറ്റിലും സൈനിക അഭ്യാസങ്ങൾ നടത്തുകയാണ്. കര, കടൽ, വ്യോമ സേനാ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തുന്ന അഭ്യാസങ്ങൾ തായ്വാനുള്ള മുന്നറിയിപ്പാണ്. കാനഡയിലെ ഏറ്റവും ചെറിയ പ്രവിശ്യയായ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് തങ്ങളുടെ കുടിയേറ്റ നയത്തിൽ മാറ്റം വരുത്തി. കുടിയേറ്റത്തിന് നൽകുന്ന അനുമതിയിൽ 25% കുറവ് വരുത്താനാണ് തീരുമാനം. ഈ തീരുമാനം ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയാണ്. കുടിയേറ്റക്കാരോട് വളരെ ഉദാരമായ ഒരു സമീപനം സ്വീകരിച്ചിരുന്ന ഒരു രാജ്യമാണ് കാനഡ. തന്മൂലം കുടിയേറ്റത്തിന് അനുമതി ലഭിക്കും എന്ന പ്രതീക്ഷയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് വർഷം തോറും ഈ നാട്ടിൽ എത്തുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ്. കുടിയേറ്റ നയത്തിൽ മാറ്റം വരുത്തിയതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണി നേരിടുകയാണ്. വിദേശികൾക്കുള്ള താമസ സൗകര്യവും ചികിത്സാ സൗകര്യവും ഒരുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നത് എന്നാണ് കാനഡയുടെ വിശദീകരണം. കാനഡ സ്വപ്നം കാണുന്ന ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ വിദേശികൾക്കും ഈ നിയന്ത്രണം വലിയ ഒരു വെല്ലുവിളിയാണ്. വത്തിക്കാൻ ചൈനയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. നേരത്തെ ചൈനയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയ പടിഞ്ഞാറൻ മിഷണറിമാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നും മാർപ്പാപ്പ സമ്മതിച്ചു. പ്രാദേശിക പുരോഹിതന്മാരെ സഭയിലെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിക്കണം എന്ന് ഷാങ്ഹായിൽ ചേർന്ന പുരോഹിതന്മാരുടെ യോഗം വത്തിക്കാനോട് ആവശ്യപ്പെട്ടത് 1924 ഇതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് വത്തിക്കാനിൽ നടന്ന ചടങ്ങിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പ്രഖ്യാപനം നടത്തിയത്. ചൈനയിലെ ബിഷപ്പുമാരുടെ തലവനായ ജോസഫ് ഷെൻബിന്നിനെ ഒപ്പം നിർത്തിയായിരുന്നു ഈ പ്രഖ്യാപനം. കഴിഞ്ഞ വർഷം ഏകപക്ഷീയമായിട്ടാണ് ചൈന ഇദ്ദേഹത്തെ ബിഷപ്പായി നിയമിച്ചത്. പിന്നീട് നടന്ന ചർച്ചകളുടെ ഫലമായിട്ടാണ് വത്തിക്കാൻ ഈ നിയമനം അംഗീകരിച്ചത്. വത്തിക്കാനിൽ നടന്ന ഈ ചടങ്ങിൽ ഭരണകൂടത്തിൻ്റെ അനുമതിയോടെയാണ് മുഖ്യ പ്രഭാഷകനായി ഈ ചൈനീസ് മെത്രാൻ പങ്കെടുത്തത്. ചൈന വത്തിക്കാൻ ബന്ധം മെച്ചപ്പെടുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 8 പേരും കൊല്ലപ്പെട്ടു. ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ 2 രാജ്യങ്ങളും ചേർന്ന് നിർമ്മിക്കുന്ന അണക്കെട്ടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു മടങ്ങുമ്പോഴാണ് അപകടം ഉണ്ടായത്. ഇതിൻ്റെ പിന്നിൽ മൊസാദാണ് എന്ന് ആദ്യം ആരോപണമുണ്ടായെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ല. അപ്രതീക്ഷിതമായി കാലാവസ്ഥ മാറിയതുകൊണ്ടാണ് അപകടം സംഭവിച്ചത് എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധമാണ് പ്രിയപ്പെട്ട നേതാവിൻ്റെ ജീവനെടുത്തത് എന്ന ആരോപണം ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണം എന്നാണ് അമേരിക്ക പ്രതികരിച്ചത്. തുർക്കിയിൽ നിന്നും ഡ്രോണുകൾ എത്തുന്നതുവരെ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കാൻ പോലും ഇറാന് കഴിഞ്ഞില്ല. വളരെ പഴക്കമുള്ള ഒരു ഹെലികോപ്റ്ററാണ് യാത്രയ്ക്ക് ഉപയോഗിച്ചത്. പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഒരേ വാഹനത്തിലാണ് സഞ്ചരിച്ചത്.
ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് ഇറാൻ ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.